ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോഫി കേക്കാണ്. ഇത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുക്കറിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് തരം സ്റ്റാൻഡാണുള്ളത് അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് വെക്കണം. അതിനുശേഷം ഇത് അടച്ച് വെക്കണം. ഇപ്പം ഇതിൽ വാഷർ വെക്കാൻ പാടില്ല, ഇതിനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെയിറ്റ് ഒന്നും വെക്കാൻ പാടില്ല. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ ചൂടാക്കി എടുക്കാം. അതിനു മുമ്പ് നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഈ കേക്ക് ടിന്നിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഓയിലിന് പകരമായിട്ട് ബട്ടറും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് കേക്ക് ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇതിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിന് പകരമായിട്ട്. ഇതിൽ ബാക്കിയുള്ള മൈദപ്പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണ്ട. അത് നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പാണ് കേട്ടോ അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. ലെയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 40 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇനി 40 മിനിറ്റിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഈ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്തിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടെ വീണ്ടും ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം മാറാനായിട്ട് വെക്കാം. ആറിയ ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. ഈ കേക്കിനെ നമുക്കൊന്ന് മറിച്ച് വെക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോഫി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ
ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കോഫി കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.